ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ഈ ഉത്സവത്തിന്റെ ചിരിയിൽ പങ്കാളികളായി എന്നുള്ളത് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യം. നിങ്ങളുടെ സന്തോഷവും സങ്കടവും അപ്രീസിയേഷനും ക്രിറ്റിസിസവും ഒക്കെ നമ്മളോടൊപ്പം അയച്ചു തരുന്നു, നമ്മളെ അറിയിക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അത് അതേ സ്പിരിറ്റിൽ നമ്മൾ എടുക്കുകയും ചെയ്യുന്നു. നൗ നമുക്ക് നമ്മുടെ രണ്ട് പ്രധാന താരങ്ങളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ഉത്സവം നടത്തിപ്പുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ടിനി ടോം, ഒപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഈ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനിയും സലീമേട്ടൻ ഇവിടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവണം. ഈ യാത്രയിൽ മുഴുവൻ ഉണ്ടെങ്കിൽ അതെ തീർച്ചയായും വരണം സലീമേട്ടന്റെ. കാരണം എന്ന് വെച്ചാൽ വളരെ വാല്യുബിൾ, പ്രത്യേകിച്ചും ഇതേപോലുള്ള ആൾക്കാരെയൊക്കെ മിമിക്രി ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്ന ആള് എന്നുള്ള രീതിയിൽ തീർച്ചയായും ഒരുപാട് പേര് കൊണ്ടുവരാനുണ്ട്. ഇതുപോലത്തെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇപ്പൊ ലെജൻഡറി ആൾക്കാരാണല്ലോ. മനസ്സിലാക്കില്ല. ഇടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ വരുമ്പോ ഇപ്പൊ ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ വരുത്താറ് യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഒരുമിച്ച് മത്സരത്തിലുള്ളതാണ്. യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ അല്ലേ? അതെ 93. നിങ്ങൾ ഒരുമിച്ച് പക്രു ഞാൻ ടിനി ചുമ്മാതല്ല പഠിപ്പിച്ചെന്ന് പറയണേ. ശത്രുതയായിരുന്നല്ലേ? എന്നിട്ട് അന്ന് നിങ്ങൾ തമ്മിൽ മത്സരിച്ച ആര് സമ്മാനം വാങ്ങി? ഫസ്റ്റ് ഇദ്ദേഹമായിരുന്നു. ഫസ്റ്റ് ഞാൻ സെക്കൻഡ് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചത്. മറ്റവൻ ഓവർടേക്ക് ചെയ്ത് ചെറുത് അല്ല പക്രു ചെയ്തു, തേർഡ്. അത് ശരി. ഒരു കാലഘട്ടത്തിൽ അല്ലെ, ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ആൾക്കാർ പിന്നീട് മലയാള സിനിമയിൽ എന്നോട് കളിക്കാൻ വന്നേക്കണം. പക്ഷെ അന്ന് സലീമേട്ടൻ അവതരിപ്പിച്ച ഐറ്റം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാരായിരുന്നു. കരുണാകരൻ, E.K. ആദ്യമായിട്ട് വേദിയില് താരങ്ങൾ ഈ രാഷ്ട്രീയ ഇതുപോലെ അന്ന് മത്സരിച്ചിട്ടുള്ള ധർമ്മജനും നമ്മുടെ കൂടെ ഒക്കെ മത്സരിച്ചിട്ടുള്ളതാണ്. ഒരേ കാലഘട്ടമാണ് നിങ്ങൾ എല്ലാവരും. കാലഘട്ടം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല ക്ലാസ് പ്രായമല്ലോ നമ്മുടെ എക്സ്പീരിയൻസ്. സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോലി അന്വേഷിക്കുക. സലീം കുമാർ കുറെ ജോലി ചെയ്തതിന് ശേഷമാണ് പഠിക്കാൻ വന്നത്. ഞാൻ 4 വർഷം, എന്നേക്കാൾ 4 വയസ്സ് ഇളവായിരിക്കും എന്തായാലും. 4 വയസ്സ് അത്ര ഉണ്ടാവുള്ളൂ. കാരണം പ്രായം കൊണ്ട് സീനിയർ ഞാനാണെങ്കിലും എല്ലാം കൊണ്ട് സീനിയറാണ്. വയസ്സുകൊണ്ട് സീനിയർ അവരാണ്. അങ്ങനെ പ്രായം കൊണ്ട് സീനിയർ നിങ്ങളാണ്. ഇവനില്ലേ ഗിന്നീസ് ബുക്ക് അവനൊക്കെ അങ്ങനെ നടക്കുന്ന നല്ല പ്രായമുണ്ട്. കണ്ടാ വളർന്നിട്ടില്ല. പിന്നെ നല്ല വളർച്ചയുണ്ട്. ധർമ്മജനൊക്കെ കണ്ടാ പറയൂല. ഇവരൊക്കെ മീശ പഠിച്ച് പൊക്കില്ലല്ലോ. ധർമ്മജൻ ഈയിടയ്ക്ക് സ്കൂൾ കുട്ടിയായിട്ട് പിന്നെ നിങ്ങളുടെ സിനിമയില് കുറച്ചുകൂടെ കഴിഞ്ഞവൻ ഈ പെറ്റന്റ് കുട്ടിയായിട്ട് അഭിനയിക്കും. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം ഗൈഡൻസിനായിട്ട്. ഉറപ്പായിട്ടും ഒരുപാട് കമന്റ്സ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്ലീസ്. പെറ്റനിറ്റ കുട്ടി എന്ന് പറഞ്ഞ തെറ്റാണത്. വാ, പിറന്നു വീണ കുട്ടി എന്ന് പറയണം. അതെ, തെറ്റാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പു പറയാനാണ് വന്നത്. പെറ്റനിറ്റ കുട്ടിയല്ല, പിറന്നു വീണ കുട്ടി എന്ന് പറഞ്ഞേ. പിറന്നു വീണ കുട്ടി അതല്ലേ വേണ്ട? ക്ലിയർ ചെയ്യണം നമ്മൾ. അല്ലാണ്ട് നമ്മൾ തെറ്റ് അല്ലേ? ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com അടുത്തതായി മിമിക്രി കോമ്പറ്റീഷനായിട്ട് എത്തുന്ന 2 പേർ. നല്ല ടാലന്റഡ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്, ശരത് പാനവള്ളി ആൻഡ് റബി എടത്വ. അപ്പൊ 2 പേരുടെയും താരങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ആദ്യം അറിയാം. ശരത് പറയും. വിനയ് ഫോർട്ട്, ചെമ്പൻ വിനോദ്, സലീമേട്ടൻ, പ്രകാശ് രാജ്, അനിയപ്പൻ എന്ന് പറയുന്നത് കള്ളുകൂടിയൻ. വെരി ഗുഡ്. അപ്പൊ നല്ല ലിസ്റ്റാണ്. എന്ത് ചെയ്യുന്നു ശരത്ത്? എനിക്ക് ഇലക്ട്രിക്കിന്റെ വർക്കാണ്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട് അല്ലെ? ഏതാ സ്ഥലം? പാണാവള്ളി. അപ്പോ റബി, എടത്തുവയിൽ നിന്ന് റബി ഏതൊക്കെയാണ് ആർട്ടിസ്റ്റ്? വിജയ്, വിവേക്, ജനകരാജ്, ധനുഷ്, സുരേഷ് ഗോപി. എനിക്ക് വയ്യ. സുരേഷ് ചേട്ടനും മറ്റേ തമിഴിലെ ഡയലോഗാണോ ചെയ്യുന്നത്? അങ്ങനെയാണ് ഏതാ ഉറപ്പിക്കുന്നത്. അപ്പോ അത് കൊള്ളാം, നല്ല ലിസ്റ്റാണ്. എടത്തുവയിൽ എന്താ ചെയ്യുന്നു? ഓട്ടോറിക്ഷ ഓടിക്കണം. അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എല്ലാവർക്കും നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ അവിടെ നിൽപ്പുണ്ട്. റബി, അവരുടെ പേര് എടുത്തരുത് കേട്ടല്ലോ, നല്ല രീതിയിലായിരിക്കണം. തുടങ്ങട്ടെ. നമ്പർ 2. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2.
ആ വിജയ് ഇവിടെ കിട്ടേണ്ട സാധനമാണ്. വരും, നമുക്ക് നോക്കാം. പറ. ശ്രമിച്ചു നോക്കാം. ശ്രമിക്കണം. പിന്നെ എന്നാ അപ്പടിതാ സൊല്ലുമാട്ടാ. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സിനുള്ളത്. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായർ? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധിയാണ്. ഇവൻ ഒരു തരത്തിലും നിരപരാധി അല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നല്ല ട്രൈ ആയിരുന്നു കേട്ടാ. ഇനി വേണ്ട കേട്ടാ. ഓക്കെ, അപ്പോ നമുക്ക് റിബിയുടെ ലിസ്റ്റിലുള്ളതാണ് വിജയ്. അതെ. വിജയിനെ എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്യണം നോക്കാം. ഓക്കെ, என்ன பாக்குறீங்க? அஞ்சு வருடம் ஒரு பொண்ணை பத்தி பேசின காதலாயிடுமா? 2 நாளைக்கு முன்னாடி கீதாங்கிற பொண்ணை பத்தி கேள்விப்பட்ட பையன். ஏன் டென்ஷன் ஆனீங்க? இந்த கீதா யாரு எம்எல்ஏ செட்டியா? உனக்கெல்லாம் போலீஸ்காரன் பத்தாதுரா. வேற வேற வேட்டைக்காரன் தானே மேடம். வாட்டா ബ്യൂട്ടിഫുൾ. റിബി കലക്കില്ലേ? ജിഞ്ചടാ കലക്കി. സലിമടാ തകർത്ത് വിജയ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അടുത്തത് നമ്പർ. ലക്കി നമ്പർ ആണ് ആ 5. ലെറ്റ്സ് ഓപ്പൺ റിബിയുടെ ലക്കി നമ്പർ 5. ഓ, വിനയ് ഫോട്ടോ താങ്കളുടെ ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിലേക്ക് വരാം നമുക്ക്. ഇവിടെ കേൾക്കാം. ശ്രമിക്കാം. ആ, പറയ്. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ. കുട്ടിക്ക് മനസ്സിലായോ? കുഴപ്പമില്ല. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണ് എന്ന് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പാഠത്തിൽ പഠിക്കാം. നന്ദി, നമസ്കാരം. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ല, ട്രോൾ ദൈവങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒന്ന് പറയൂ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് കേൾക്കട്ടെ. വിനയ് ഫോർട്ടിന്റെ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സീൻ. ബാലൻ ചേട്ടാ പോയി. ബാലൻ ചേട്ടാ എല്ലാം പോയി. പുതിയ കാവ് ടെക്സാസുകാർ വളഞ്ഞിട്ട് പിടിച്ച് വണ്ടിയും പോയി, ലോഡും പോയി, എല്ലാം പോയി. ഞാനും മജീദും രണ്ട് വഴിക്കാണ് ഓടിയത്. എന്തായാലും മജീദ് പോലീസിന് പിടികൊടുത്തിട്ടില്ല. ഞാൻ വെള്ളം ഓടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല. ഞാൻ വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. വണ്ടി ഓടിക്കണത്ര നിസ്സാര കേസാന്ന് ഓർത്തിരിക്കാം. താങ്ക് യു. പക്കായിരുന്നു കേട്ടോ അവസാനം. വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാറില്ല. കറക്റ്റ്. ഓക്കെ, നമ്പർ 1. ഓപ്പൺ നമ്പർ 1. ആ ചെമ്പൻ. അദ്ദേഹത്തിന്റെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല, സപ്തമശ്രീ തസ്കർ എന്ന ചിത്രത്തിലെ Dialogue mix combine ആയിട്ടുള്ള, ചെയ്തിട്ട്. Okay. ഡമാർട്ടേ നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള കള്ളന്മാരാ. ഒരു ജാതി മണങ്ങിനിട്ടിട്ട് വാളനെ പിടിക്കണ പരിപാടിയാ. വലിയ വലിയ കള്ളന്മാർക്കൊക്കെ ചുവന്ന ഇടിച്ച വണ്ടിയും പോലീസിന് എസ്കോട്ടും. നമ്മളെ പോലുള്ള കള്ളന്മാർക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഒരു പെൻഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഈ നാട് നന്നാവില്ല. മാർട്ടിയായിട്ടിന് പ്രേമിക്കാൻ പറ്റിയ വല്ല പെമ്പിള്ളേരാ. താങ്ക് യു. എന്താണ് കേട്ടോ? ഇനി അടുത്തത് നമ്പർ 7. ഓപ്പൺ നമ്പർ 7. നീ പകപോക്കുകയാണല്ലേടാ. നിനക്കുമുണ്ടല്ലോ ജന്മം നൊന്നൊരാൾ. ഒരിക്കൽ മരണം അയാൾക്ക് സംഭവിച്ചുകൂടുന്നില്ല. അന്ന് ഞാനും ഉണ്ടാവും ഈ മൺകൂടത്തിൽ. കുഴപ്പമില്ല, നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനല്ലേ. സാധാരണ തൊണ്ടയുള്ളവർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് NF-ന് എന്തൊരു സൗണ്ട് അല്ലേ. ഒരു 5-6 തൊണ്ടെങ്കിലും വേണം. അപ്പോ അടുത്ത നമ്പർ പറയും. നമ്പർ 18. ഓപ്പൺ നമ്പർ 18. ബിജു മേനോൻ. 2 ലിസ്റ്റിലും ഇല്ല. ഓക്കെ, അല്ല എന്താ ഇത് അല്ലോ കാണിക്കണത്? ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു. എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒറ്റ വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ, അവളൊന്ന് ഒറ്റ വെച്ചിരുന്നെങ്കിലോ ഞാൻ ഉണർന്നേനെ. കഷ്ടമായി പോയി. അതെ. ഇത് ബിജു മേനോൻ എവിടെ, എങ്ങനെ, ഇതെന്താ കാര്യം? ഞാൻ ഉദ്ദേശിച്ച ഓർഡിനറി സിനിമയിലെ വിജു മേനോനെ പാലക്കാട് സ്റ്റൈലേ. പാലക്കാടിനെ തിരുവനന്തപുരമായിട്ട് പ്രസന്റ് ചെയ്തു പുള്ളി. എന്തായിരുന്നു? ഓക്കെ, നമ്പർ 25. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 25. കുഞ്ചാക്കോ ബോബൻ. ബിജു മേനോൻ വന്നാ പിന്നെ കുഞ്ചാക്കോ ബോബന് ദൂരെ വരാണ്ടിരിക്കാൻ പറ്റൂല്ലോ. ഇല്ല. 1000 മൈൽപ്പീലികൾക്കിടയിലൂടെ കന്യകയുടെ കൈ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് നിന്നെ ചെയ്യാൻ പോലും സംഭവിച്ചില്ല. അതിന് മുമ്പ് അവർക്ക് മനസ്സിലായി. അതാണ് പ്രശ്നം. പ്ലീസ് ഒന്ന് നീ എടുത്തോടത്തോളം നന്നായതാ. ഒന്ന് കേൾക്കാൻ വല്ല കൊതിയും കൊണ്ടാ. താങ്ക് യു ചേട്ടാ. അല്ല കൊതിയും കൊണ്ടാ. ഒന്ന് പ്ലീസ്. ഒന്നുകൂടെ ചെയ്തോളാം. അയ്യോ, എനിക്ക് ഡയലോഗ് പോലും അറിഞ്ഞൂടാ. അല്ല അത് കുഴപ്പമില്ല. നീ ആ ചെയ്തത് കറക്റ്റൊന്നുമല്ല ചെയ്തത്. അവന് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. 1000 മൈൽപ്പീലികൾക്കിടയിലൂടെ കന്യകയുടെ കൈപിടിച്ച് നടത്തിയ
അങ്ങനെ എവിടെയൊക്കെയോ കുഞ്ചാക്കോ മോൻ ഉണ്ടല്ലേ? താങ്ക് യു. ഇതാണ് ശരിക്കും കുഞ്ചാക്കോ മോൻ. മറ്റവൻ ഇതാണ് മറ്റവൻ ഫേക്കാ, ഒറിജിനൽ കുഞ്ചാക്കോ ബോബൻ. ഒറിജിനലാണ്. അങ്ങനെ സമാധാനിക്കുക. ഓക്കെ, നമ്പർ 20. നമ്പർ 20. Let's open number 20. ബാബുരാജ്. ബാബുരാജ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ആ നോക്കണം. ബാബുരാജ്. ആ ബാബുരാജി, സൗണ്ട് കറക്റ്റ് ആണ്. പോട്ടെ, നീ ഈ ബാബുരാജില്ലെങ്കിൽ മറ്റേ ഗായകൻ ബാബുരാജിനെ എടുക്കണം. സാറ് വരുമെന്നോർത്ത് നല്ല കൂട്ടം പുള്ളിവിട്ടുള്ള മീൻകറി ഉണ്ടാക്കി വെച്ച് സാറ് വന്നില്ല. അല്ലേലും വീട് എവിടെയാണ്, നാട് എവിടെയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട. ഇപ്പൊ തന്നെ അറിയിച്ചാല് വലിയ കുഴപ്പമില്ലാണ്ട് പോവാ അല്ലേ? അപ്പോ നമ്പർ 11. നമ്പർ 11. രോഹിണിയ. ഓ, ചതി ചതി, കൊലച്ചതി, വൻ പണ്ടാർച്ചതി. അല്ലേ? അങ്ങനെ പലതും പറയാം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ചാൾസ് ശോഭരാജ്. ലാസ്റ്റ് നമ്പർ 23. ഓപ്പൺ നമ്പർ 23. ഇന്നസെന്റ്. ഇത് ചെയ്യാൻ പറ്റും അല്ലേ? ട്രൈ ചെയ്ത് നോക്ക്. എന്താ ഇത്? സലീമിക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ആരാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണ്? തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്, അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. തിരിച്ചേട്ടാ, ഇന്നസെന്റ് ചേട്ടനെ ഏതാണ്ട് എല്ലാ മിമിക്രിക്കാരും ഒരു ലെവൽ വരെ എടുക്കാറുണ്ട് അല്ലേ? അല്ല, അവന് സൗണ്ട് അതിനകത്ത് മാച്ച് ആവൂല. മാച്ച് ആവാത്തതാണ് അല്ലേ? അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുത്താം. ഓക്കെ, ലാസ്റ്റ് നമ്പർ മിനിജി 12. Let's open number 12. അനിയപ്പൻ ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിലുള്ളതാണ്. ഇപ്പൊ നോക്കാം, ശ്രമിക്കാം. ശ്രമിക്കും. നിന്നെ ഞാനൊന്ന് കൊല്ലുകൂടാ നായേ. ഉള്ളിലടി കൊടിയാന്നോടായിട്ടുണ്ട് നടക്കുന്നേ. ഇപ്പൊ ഞാൻ നിക്കണ പോണ. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. കാരണം അനിയപ്പൻ ആ ക്യാരക്ടറിൽ അങ്ങനെയാണല്ലോ, ആ സ്റ്റൈലാണല്ലോ. ഡയലോഗ് അല്ലേ? നമുക്ക് അനിയപ്പൻ ലിസ്റ്റിലുള്ള ആളുണ്ട്. നിന്നെ ഞാനെന്തു കൊല്ലുവോടാ കുരുത്തം കെട്ടവനെ. അടിക്കുമ്പോ മാറിക്കളയുന്നോടാ പോർക്കെ. എടാ സഞ്ജീവ, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലടാ. ആ കാലമാടന്മാരെല്ലാവരും കൂടെ എന്റെ കൈ പിടിച്ച് തിരിച്ച് താക്കലോട് ചാടാ സഞ്ജീവ. എടാ എന്നോടൊന്ന് ക്ഷമിച്ചു എന്ന് പറയടാ, വഴിന്ന് പറയടാ കിളവാ. എന്താ ചേട്ടാ? ഇല്ല, ഞങ്ങൾ തർക്കം ഏതാണ്? അല്ല, ടേക്ക് ഓഫിൽ കറക്റ്റ് സൗണ്ട് വന്ന് പിന്നെ എന്തോ മാറിപ്പോയി. അപ്പൊ അതിനെ ചൊല്ലി തർക്കങ്ങൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചേട്ടാ ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, തിരിച്ചേട്ടൻ എല്ലാവരും സ്വാഗതം ചെയ്യും. പിന്നെ ശബ്ദാനുകരണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ 5 താരങ്ങൾ എല്ലാവർക്കും പറ്റുമെന്നൊന്നുമില്ല. ഇപ്പൊ 2-3 താരങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ തുടങ്ങുമ്പോൾ 2-3 ഒക്കെ ആയിരുന്നു. പിന്നെയാണ് ഓരോന്നോരോന്ന് പഠിച്ചു വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ തുടക്ക കാലഘട്ടത്തിലാണ്. പക്ഷെ ഇനി വരുന്ന വേദികളിൽ നിങ്ങൾക്ക് ഒരുപാട് താരങ്ങൾ അനുകരിക്കാൻ പറ്റും. ഇനി വേറെ ആരെങ്കിലും അനുകരിക്കുമോ? ഇനി ലിസ്റ്റിലുള്ള ബാക്കിയുള്ളവരെ നമുക്ക് എടുക്കാം. ലിസ്റ്റിലുള്ള ബാക്കി എടുക്കാം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ആരൊക്കെയാണ് നമ്മുടെ ലിസ്റ്റ്? അടുത്തതിന് സലീമേട്ടനും സലീമേട്ടനും തുടങ്ങാം നമുക്ക്. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യം സലീമേട്ടന്റെ മുന്നിൽ തന്നെ സലീമേട്ടന്റെ ശബ്ദം Absolutely, അതെ. അത് ഭാഗ്യമാണെന്നുള്ള എടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെ പ്രതികരിക്കുന്നു. ആയതുകൊണ്ട് ഞാൻ പറയും കേട്ടാ. എന്താന്ന് വെച്ചാ സലീമേട്ടൻ അഭിനയിച്ച ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ ഡാൻസ് മാസ്റ്റർ. ഇവിടെ വരൂ, ആ സ്പോക്കർ നടിക്കൂ. എന്റെ അണ്ണാക്കിലെ കുത്തിക്കല്ലോ പറഞ്ഞത്. ഈ ഡാൻസ് തുടങ്ങുമ്പോഴല്ല ഇപ്പൊ എങ്ങോട്ട് നിർച്ചേണം. അവന്മാർക്ക് ചേഞ്ച് കൊടുത്തു. ചേഞ്ച് ഞാൻ കൊടുക്കാം. ചിക്കി ചക്കിച്ച. ആ കുട്ടി ആരുടെ കൂടെ വന്നു? ഞാൻ അയാളുടെ കൂടെ വന്നു. ഓഹോ, അവൻ കൃഷ്ണന്റെ കൂടെ വന്നു. കൃഷ്ണൻ അവന്റെ കൂടെ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അതെ, ഞാൻ വരാന്ന്. ആരെങ്കിലും ചോദിക്കണത് അമ്മാവന്റെ വരെന്ന് പറയും. ആ തൽപുര കക്ഷിയല്ല. സലീമേട്ടാ സ്വന്തം സൗണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സിനിമയിലെ ക്യാരക്ടറല്ലേ? കറക്റ്റ് ആയിരുന്നു. അടുത്തതാരാണ്? അപ്പൊ അടുത്തത് പ്രകാശ് രാജ്. അടുത്ത പ്രകാശ് രാജ്. അത് അന്യൻ എന്ന ചിത്രത്തിൽ പ്രകാശിന്റെ ചേട്ടൻ മരിച്ചടക്കുമ്പോൾ ഒരു രംഗം. എന്നടാ അണ്ണൻ മരിച്ചോ, സങ്കടമേ ഇല്ലയാ? നാളതാ ദുഃഖം വെളിയെ പോയിടും. ദുഃഖം വെളിയെ പോടത്തില്ല, കോപം കലക്കിടും. ദുഃഖം വെളിയെ പോയി കൂടാതെ കോപം
கலைக்காது நெஞ்சுக்குள்ள தேய்ச்சி வச்சுட்டு இருக்கேன் ரஜினியை பார்த்திருக்கேன், சிவாஜியை பார்த்திருக்கேன், கமலை பார்த்திருக்கேன், உன்னை போல நடிகனை பார்த்தது இல்லடா. Nice. ശരത്ത് ശബ്ദം അനുകരിക്കുമ്പോൾ കണ്ണടച്ച് ഇത് റേഡിയോ അല്ലോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് അവര് അനുകരിക്കുമ്പോൾ അവരുടെ രീതികളും കൂടി അനുകരിക്കുകയാണെങ്കിൽ അതിൽ കുറെ വീഴും ആൾക്കാർ. അപ്പൊ അതും കൂടി ശ്രമിക്കുക. ശബ്ദം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനും കൂടി ശ്രമിക്കുക കേട്ടോ. ഇനി ഇദ്ദേഹത്തിലേക്കല്ലേ അവിടെ കഴിഞ്ഞില്ലേ? ജനകരാജ്. അതെന്ത് നമ്പറിൽ നോക്കി എന്തിനാ? അവര് ശീലമായി പോയി. ഇനിയിപ്പോ ഇവര് സ്റ്റേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്തത് നെടുപടി വേണു. Number 25. ஜனகராஜ். மன்னிக்கும், நான் வந்துட்டேன் மன்னிக்கும். பிஸ்கட்னு சொன்னாங்க மன்னிக்கும். போலீஸ் வந்ததுக்கு அப்புறம் தான் மன்னிக்கும் தெரிஞ்சது கோல்டு பிஸ்கட்னு. காப்பாத்து மன்னிக்கும். நீ வரல நான் செத்து போயிடுவேன் மன்னிக்கும். ഇനി അടുത്തത് அது விவேக். എല്ലാം കോമഡി, തമിഴിലെ കോമഡി ആർട്ടിസ്റ്റുകൾ. ஆஹா எட்டடா இது டேய் அப்பி கோல்டு வாட்டரை கொடுக்குறாங்கிட்ட சொல்லிக்கிட்டு கூல் வாட்டரை கொடுக்குறாங்கடா பெத்த தகுப்பா தாக்குவாராடா தாக்க மாட்டாடா டேய். സലിവേടാ എങ്ങോട്ടായിരുന്നു വിവേക്? നന്നായിരുന്നു. அடுத்தது தனுஷ். திவ்யா போவா அவன் காதுல தப்பிடி என் காதுல தாண்டி உண்மை நையா பாக்குற சுள்ளம் பாக்குறதுக்கு தாண்ட சுள்ளம். ஏய் தம்பி கொன்னுறா, நாம எல்லாம் சுனாமியிலே சிம்மிங்க போட்டுருவீங்க. யார் இடத்துல வந்து யார் சீனை போட்டு செஞ்சிருவேன். നൈസ്, നന്നായിരുന്നു. അടുത്തത് അദ്ദേഹത്തിന്റെ ഒരു മാഷാണെന്ന് പറയാം, സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കറക്റ്റ് ആയിട്ട് മാസ്റ്റർ പീസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ചെയ്യാൻ കിട്ടിയത് ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കുകയാണ് സുരേഷ് ഗോപിയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ പോണേ. ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് കറണ്ട് ബില്ല് പോലും അടയ്ക്കാൻ കാശില്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. കുളിക്കാൻ മിനറൽ വാട്ടർ പോലും ഇല്ലാതെ കറങ്ങി നടന്നിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വലിയൊരു ഭീതിയാണ്. തീർച്ചയായും ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അതിന് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. അപ്പോ ഇവരെ രണ്ടുപേരെയും ഏൽപ്പിക്കുകയാണ്. പരിപാടികളിൽ കൊണ്ടുപോയി ഗംഭീരമാക്കി ഇവരെ നമ്മുടെ നാടിന് സമർപ്പിക്കുന്നു. ഓക്കെ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ shawaramamatrimony.com-ൽ അടുത്തൊരു വെരി സ്പെഷ്യൽ പെർഫോമൻസ്. അദ്ദേഹത്തിന് ഒരു ചെറിയ സ്പീച്ച് പ്രോബ്ലം ഉണ്ട്. അദ്ദേഹത്തിന് സ്റ്റാമറിംഗ് ഉണ്ട്, വിക്കുണ്ട്. പക്ഷേ പാട്ട് പാടുമ്പോൾ ഇല്ല, മിമിക്രി കാണിക്കുമ്പോൾ ഇല്ല എന്നുള്ളത് ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ആൾ ആരാണെന്ന് ഒന്ന് വീഡിയോ പ്രൊഫൈൽ കാണും. ധനേഷ് പെരുമ്പാവൂർ. അനുകരണ കലയുടെ വിജയരഹസ്യമായ ശബ്ദ സൗഭാഗ്യത്തിന് നിർഭാഗ്യത്തിനാൽ വൈകല്യം നേരിടേണ്ടി വന്ന ഒരു യുവത്വം. എന്നാൽ ആ ശബ്ദ വൈകല്യത്തെ കലയുടെ കരുത്തുകൊണ്ട് തോൽപ്പിച്ച് മിമിക്രി വേദികളിൽ വിസ്മയമായി മാറിയ യുവപ്രതിഭ ധനേഷ് പെരുമ്പാവൂർ. ഇന്ന് വെള്ളിത്തിരയിൽ തിളങ്ങുന്ന പല താരങ്ങളുടെയും കളിത്തൊട്ടിലായിരുന്ന കൊച്ചിൻ കലാഭവനിൽ നിന്നും അനുകരണ കലയുടെ ആദ്യപാഠങ്ങൾ സ്വായത്തമാക്കിയ അനുഗ്രഹീത കലാകാരൻ. 8 വർഷമായി തുടരുന്ന മിമിക്രിയിൽ പ്രോത്സാഹനങ്ങളുമായി കൂടെയുള്ളത് ധനേഷിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. പിന്നിട്ട കലാജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഏറെ നേരിട്ട ഈ കലാകാരൻ പക്ഷെ തളർന്നു പോകാതെ അനുകരണ കലയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഇന്നും വേദികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചിരിയുടെ നറുസുഗന്ധവുമായി ആർക്കും കടന്നെത്താവുന്ന ഈ ഉത്സവ വേദിയിലേക്ക് ധനേഷ് പെരുമ്പാവൂരിനെ സ്വാഗതം ചെയ്യുന്നു. ധനേഷിന് കുറെ കഥകൾ പറയാനുണ്ട് ധനേഷിന്റെ. കാരണം ധനേഷിന് ഈ ഒരു സ്പീച്ചിലുള്ള ചെറിയൊരു വൈകല്യം കാരണം ഒരുപാടടുത്ത് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്ത് ഓഡിഷന് വന്നപ്പോഴും ധനേഷ് പറഞ്ഞ കാര്യമാണ് അല്ലേ? എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടായോ? അങ്ങനെ അല്ല, ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം സംസാരിക്കുമ്പോൾ ഈ പ്രശ്നം വെച്ചുകൊണ്ട് ഈ എന്തിനാണ് സ്റ്റേജിലേക്കും പിന്നെ പോണേന്നൊക്കെ. കാരണം 2007 ഞാൻ കലാഭവനിൽ വന്നതാണ്. അല്ല, എനിക്കറിയാം. എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ സംഭവം ശരി വിക്കലുണ്ടായിരുന്നു. എന്നെ ആളുകൾ കളിയാക്കളിയൊക്കെ അല്ലേ. അപ്പൊ എന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ വാച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ എന്നോട് സമയം എന്താ നിൽക്കും, സ്വാമി എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരുപാട് കാലം ഞാൻ വിക്ക് കിടന്നു. അങ്ങനെ അമ്മയോട് ആരാണ്ട് പറഞ്ഞു, ചെറുപ്പം വലുതായി പിന്നെ വലുതായിട്ടുണ്ടായിട്ടില്ല. ആര് പറഞ്ഞിങ്ങനെ
ഒരു അമ്പലമുണ്ട്, ഞങ്ങൾക്ക് മൂകാംബി എന്ന് പറഞ്ഞ അമ്പലമുണ്ട്. ഈ അമ്പലത്തിൽ നിന്ന് കഷായം വാങ്ങിച്ചാൽ അത് കുടിച്ചാൽ മാറുമെന്ന് പറഞ്ഞിട്ട് അമ്മ, വേറെ ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, അമ്മക്ക് ഒരു മകനാണല്ലോ. അപ്പൊ അതിന്റെ പേരിൽ അമ്മ എന്നെ കൊണ്ടുപോയിട്ട് ഈ മൂകാംബിയിൽ നിന്ന് ഈ കഷായം വാങ്ങിച്ചു തന്ന്, എന്തോ അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞില്ല, എന്റെ ആ സംഭവം, ആ കഷായം കഴിച്ചുകൊണ്ട് സംഭവം മാറി. ഒരു പക്ഷെ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാവാം. അപ്പൊ നമ്മള് സംസാരിക്കുക, ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. തനിയെ പോകുമ്പോൾ ഈ സ്പീച്ച് തെറാപ്പിയൊക്കെ അത് തന്നെയാണ്. തനിയെ സംസാരിക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, കടലിനോട് സംസാരിക്കുക, അതിനോട് സംസാരിക്കുക, അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സാധനത്തിന്റെ കുണ്ടരങ്ങട് സംസാരിച്ച് ദേശീയ അവാർഡ് കിട്ടുക. അല്ല ഞാൻ പറഞ്ഞു, ഇത് വെറുതെ ഒരു കഥ പറയുന്നല്ലോ, അനുഭവസ്ഥനാണ്. ഞാൻ എവിടെ തോന്നുന്നു എനിക്കറിയാലോ, ഇങ്ങനെയൊന്നും വരുന്നത് ഞാൻ സലീമേട്ടനാണ് നാഷണൽ അവാർഡ് വാങ്ങിച്ച സലീമേട്ടൻ. ഭയങ്കര വിക്രമായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും സ്റ്റാമറിങ്ങിന്റെ കാര്യങ്ങളിൽ പലരും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ പാട്ട് പാടുമ്പോ വരാറില്ല. ഇല്ല, പാട്ട് പാടുമ്പോ ധനേഷിന് വിക്കില്ല. ഒരു 4 വരി ഒന്ന് പാടി കേൾപ്പിക്കാം ധനേഷ്. പിന്നെ പാടാം. ഒന്നു വീതച്ചാലും പവിഴം മേദിച്ചാലും കുമ്പാരപ്പൂലമന്നൂരിടന്നാഴി. പൊന്നു വീതച്ചാലും പവിഴം മേദിച്ചാലും കുമ്പാലപ്പൂരമന്നൂരിടന്നാഴി. ധനുഷ് സ്റ്റേജില് പോകുന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അവർക്ക് ഏറ്റവും വലിയ മറുപടിയാണ് കോമഡി ഉത്സവം. ലോകത്തിലെ കോടി മലയാളികൾ ഒറ്റയടിക്ക് കാണുക. അപ്പോ ധനേഷ്, ഇതുവരെയും ധനേഷിനെ കളിയാക്കിയവർക്ക്, ധനേഷ് ഒരിടത്തും എത്തില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഉള്ള മറുപടിയായി കോമഡി ഉത്സവത്തിന്റെ ഈ വേദി. ഓക്കെ, റെഡി? ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോപിയാണ്. സ്വീകരിക്കാൻ വൈകിയതിന്റെ പേരിൽ കളക്ടർ മന്ത്രി ശാസിച്ചു എന്നും പറഞ്ഞ് നാളത്തെ 4 കോളത്തെ വാർത്തയാണ് അങ്ങക്ക് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ മതി സാർ. ഇവരുടെയൊക്കെ മുന്നിൽ ഒരു വിനീത പ്രതിന്റെ വേഷം കെട്ടി ഞാൻ നിന്നേരാം. പിന്നെ അൺറോൾമെന്റ് ഹൗസിലും ക്ലിപ്പ് ഹൗസിലും മൊത്തം പവിഴവും കാൽക്കീൽ വെച്ച് വണങ്ങാൻ ഉളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഷഫേഡിനോട്. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നു മ്യൂസിക് തെറാപ്പിയോ അല്ലെങ്കിൽ മിമിക്സ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നന്നാവും തോന്നുന്നു. ഉറപ്പായും നമുക്ക് അടുത്തത് പിന്നെ മണിച്ചേട്ടൻ കാണാം. സാറിനൊക്കെ വലിയ സാധനം അഭ്യാസം ഒരുപാട് കണ്ടക്കണം നടേശൻ. പത്രക്കാരുടെ വാടപ്പീണ സ്പർശം മാത്രമേ ഉള്ളൂ. വീത്ത് പ്രമോഷൻ നാടകത്തിൽ തറപ്പിച്ചെല്ലാം വരും. ആ നാട്ടി കണ്ട സ്ഥലമുണ്ട് റിഹേഴ്സലാണ് നീ ഇപ്പൊ ചെയ്തത്. പിന്നെ നിങ്ങൾ വായിച്ച വേദപുസ്തകത്തിലെ ആ ധർമ്മയും കൊള്ളക്കാരൻ ദൂഷണമൊക്കെ ഞാൻ തന്നെ. താൻ നാളെ കോടതിയിൽ സാക്ഷി വരാൻ പോയാ തന്നെ ഞാൻ കൊല്ലും. അത് കണ്ട് എൻ്റെ മോൻ്റെ നെഞ്ചൊന്ന് പകച്ചു നിൽക്കുമ്പോ അവനെ ഞാൻ കൊല്ലും. ഇത് കൊച്ചിയെ 2 കുപ്പി കള്ളിൻ്റെ പുറത്ത് ഉണ്ടിളർന്ന വാക്കല്ല, നാട്ടുകാശം കൊല്ലൂന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അടുത്തടുത്ത് ചെയ്യാൻ പോകുന്നത് പ്രകാശ് രാജാണ്. യഥാർത്ഥത്തിലെ മാജിക് എന്ന് പറഞ്ഞ ഇതാണ്. മിമിക്രി ചെയ്യുമ്പോൾ നടക്കുന്ന മാജിക് ഇത് തന്നെയാണ്. എന്താ എന്റെ കുത്തനായിരുന്നു ദേവിയെ കീർത്തനമ്പോൾ ആനയിക്കുന്നതും വടവാളേറ്റ് വാങ്ങുന്നതും. ഞാനാ ദേവിയെ കീർത്തനം പാടാൻ ആനയിക്കുക, ഞാനാ ദേവിയെ വടവാളേറ്റ് വാങ്ങുക. ഒയ്യ, ഞാനെന്നൊരു പാട്ട് പാടാം. ആലായ താര വേണം, അടുത്തൊരമ്പലം വേണം, ആലോടു ചേർന്നൊരു കുളവും വേണം. ഒയ്യ, അമ്മച്ചി ഒരു വിരൽ തുമ്പിൾ ആൻഡ്രോസിനെയും മറുവിരൽ തുമ്പിൾ എന്നെ പിടിച്ച് അമ്മച്ചി നടക്കാൻ ഇറങ്ങുമ്പോൾ അമ്മച്ചി ഒരു കഥ പറയാറില്ല അമ്മച്ചി. ഭൂതത്താണ്ട് കൈന്ന് ഭൂമിയായിട്ട് പഠിച്ച കഥ. ആ കഥയിലെ പെട്ടിയാണ് അമ്മച്ചി. ഇപ്പൊ അമ്മച്ചിയുടെ കയ്യിലിരിക്കണത് ആ പെട്ടിയും കൂടി തന്നേരം അമ്മച്ചി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്റ്റേജുകൾ. ഇനി ഈ പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനേഷിന് ആ ഒരു ചെറിയ പ്രശ്നമുള്ളത് അത് ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അല്ലേ? അല്ല, പ്രാക്ടീസ് 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 Exactly. പ്രാക്ടീസ്. അവസാനം നമുക്കൊരു പേര് കിട്ടും. ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു പേര് കിട്ടിയിരിക്കും. ആർക്കും തീർച്ചയായും. കിട്ടാത്തൊരു പേര് ധനുഷിന് കിട്ടും. സലീമേട്ടൻ പറഞ്ഞത് ഓർക്കുക, അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഇതേ പ്രശ്നം കുട്ടിക്കാലത്ത്. അത് അദ്ദേഹത്തിന് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായും ധനേഷിനും പറ്റും. ധനേഷിനുള്ള വഴി ധനേഷ് എന്നെ കണ്ടെത്തിയിട്ടുണ്ട്, പാട്ടും മിമിക്രി. ഓക്കെ, ആ വഴി തന്നെ തുടരുക. ധനേഷിന് എന്താ പറയാനുള്ളത്? പറയും. എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ ഫ്ലവേഴ്സിൽ വന്നപ്പോൾ ഞാൻ ഈ വിന്നിങ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. കാരണം ഞാൻ ഇഷ്ടംപോലെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും ചെല്ലുമ്പോഴൊക്കെ ആട്ടി ഒഴിവാക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ 2 കൈ കൊണ്ട് എന്നെ സ്വീകരിച്ചു. അതിനെനിക്ക് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ധനേഷ്. താങ്ക്സ് എ ലോട്ട് കേട്ടോ. പ്ലീസ്. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavaramatrimony.com-ൽ അടുത്തതായി സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം സേതുമാധവൻ. സേതുമാധവൻ എന്ത് ചെയ്യുന്നു ശരിക്കും? കുറേ വർഷം 96-ൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പ്രൊഫഷണലായിട്ട് 5-6 വർഷം പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അതിൽ ഫുൾ അങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ല. അപ്പോൾ അതിനെ കൊണ്ട് ഞാനൊരു കോൺട്രാക്ട് ഫീൽഡിലേക്ക്, ഒരു എഞ്ചിനീയർ അസിസ്റ്റന്റ് ആയിട്ട് കോൺട്രാക്ട് ഫീൽഡിലേക്ക് പോയി. ഒരു പ്രത്യേകത ഉണ്ട് ഇദ്ദേഹത്തിന്, ഒരൊറ്റ താരത്തെ അനുകരിക്കുള്ളൂ. ഒരൊറ്റ താരത്തെ അല്ലേ? അല്ല, അതല്ല, ഞാൻ അനുകരിക്കുന്നുണ്ട്. വിജയരാഘവൻ, എൻ എഫ് വർഗീസ്. ഇദ്ദേഹം വേറെ ഒരുപാട് താരങ്ങൾ അനുകരിക്കാറുണ്ട്, പക്ഷെ ഒരൊറ്റ താരത്തെ അനുകരിക്കാനാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ? ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിനിച്ചേട്ടാ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്താണ് ഈ സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറും അല്ല, ഓർത്തോപീഡിയ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മിമിക്രിയിലെ സ്പെഷ്യലിസ്റ്റുകളല്ലേ നമ്മളിവിടെ കാണുന്നേ? അതിനകത്ത് സ്പെഷ്യലിസ്റ്റ് അല്ലേ നിങ്ങള്? സീനിയർ ഡോക്ടർ. കാരണം സുരേഷ് ഗോപി, മമ്മൂട്ടി ഇത് രണ്ടും നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത സാധനല്ലേ? അതിലൊന്നാണ് സുരേഷ് ഗോപി. ചൂടാവണേ അല്ല, എന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊക്കെ കാണുമ്പോഴേ എന്തൊരു നിന്നെ ഇരുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ട്. നമുക്ക് നോക്കാം. ശരി. അപ്പോൾ ഞാൻ അനുകരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഓരോ ചിത്രത്തിലെയും ഓരോ തരത്തിലുള്ള ഭാവങ്ങളാണ്. ഓക്കെ. അപ്പൊ സുരേഷ് ഗോപിയുടെ വിവിധ സിനിമകളിലെ സീക്വൻസുകൾ അതേ രീതിയിലാണ് ഇദ്ദേഹം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. നോക്കാം നമുക്ക്. ഒരൊറ്റ താരത്തെ ചെയ്യുന്നുള്ളൂ സുരേഷ് ഗോപി. സമ്മറിൻ ബദ്ലേഹം എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ സൈലന്റ് ആയ ഒരു വോയിസ് ആണ് ചെയ്യുന്നത്. ഓർമ്മ വച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ കോറിടാറുള്ള മറ്റൊരു വാക്കുണ്ട്, ഐ എം ആൻ ഓഫൻ. ഇന്ന് ഞാൻ ആ വാക്കിനെ തിരിച്ചെടുത്തു. ഇന്ന് എനിക്ക് എല്ലാവരും ഉണ്ട്. ആരേറുമില്ലാത്ത നിങ്ങൾ ഈ വീട്ടിലൊക്കെ വരുമ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന സ്നേഹം ഒരു അങ്കിളിൻ്റെ, ഒരു ബ്രദറിൻ്റെ എല്ലാ സ്നേഹം എനിക്ക് കിട്ടി. അറിയാതെ ഞാൻ അഭിരാമിയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി എൻ്റെ വശത്ത് നല്ലറ ചില്ലറ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇദ്ദേഹത്തിന് മറ്റു രണ്ടൊന്ന് സ്റ്റാർസില്ലേ, അത് ജയിപ്പിച്ചേ. ആ വിജയരാഘവൻ ഇതൊക്കെ ചെയ്തത്. വിജയരാഘവൻ എല്ലാം വലിയ പുള്ളികളാ. ഒന്നാം മേലയുടെ അനുജൻ, മറ്റൊന്ന് മന്ത്രിയുടെ സ്വന്തം ആള്. ജാതിയെല്ലാം വിട്ടൊക്കെയെന്ന് ഞാനും പറഞ്ഞു. അപ്പോഴേക്ക് മോളിന്ന് ഒരു ഫോണ്, MLA ഭീഷണി, അങ്ങ് ചെത്തിക്കളയാ. പിന്നെ സസ്പെൻഷൻ, കാരണം കാണിക്കാൻ നോട്ടീസ്, കാരണം കാണിക്കല്ലേ ഉണ്ട്, കാരണം കുറ്റിക്ക് നോക്കി നല്ല അടി വെച്ചെടുക്കുന്നുണ്ട്. ഇനി നിന്റെ ഈ പീറ പത്രത്തിൽ ഒറ്റ തവണ കൂടെ വിശ്വനാഥന്റെ ഫോട്ടോയിൽ അച്ചടിച്ചു വന്നാലുണ്ടല്ലോ, പിന്നെ ശേഖര ഈ ഭൂമിയിൽ അവശേഷിച്ച് മുഴുവനും നീയും നിന്റെ ഈ പത്രം നിന്ന് ദഹിക്കും, കത്തിച്ചാമ്പലാവും. എന്താ കാണണോ നിനക്ക്? എടി, വിശ്വനാഥൻ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ഈ ഭൂമിയിൽ ഒരു നന്ദഗോപാലനും ഉണ്ടാവില്ലെന്ന് എന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ? താൻ ഈ 2 ഫോട്ടോ വെച്ചോണ്ട് എന്ത് പോൽത്താനാടാവും. സേതുമാതാ, ഇതിനു മുമ്പ് സലീം കുമാറും ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ പിടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടു പോയിരിക്കണം. നമ്മൾ വേദിയിലെത്തുന്നവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ദൈർഘ്യം കൂടുമ്പോൾ നമ്മൾ പിടിക്കപ്പെടും. ഒരാൾക്ക് എത്ര നേരം വേറൊരു സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. വേറൊരു ശബ്ദം എടുത്തിട്ടാണ് നമ്മുടെ തൊണ്ടയിൽ കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം ദൈർഘ്യമേ ഉള്ളൂ. അത് പെർഫെക്റ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. നീളം കൂടിയിട്ട് കാര്യമില്ല. എന്നെ ആദ്യം ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ കയ്യിൽ നിന്നൊക്കെ പോയി. ഒന്നാമത് ഇത്ര കട്ടിയുള്ള വോയിസ് ഞാൻ പറയണേ, ആ നാടോടിയും കൂടി ഒന്ന് എടുത്തോട്ടെ. അപ്പൊ ആ വില്ലൻ സുരേഷ് ഗോപിയുടെ എടുക്കാം. നമ്മൾ ആരാണാവോ? ഒരു പുതിയ അങ്കിള്, ഡ്രിൽ മാഷ. അവനവനെ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്താൽ മതി. മറിച്ച് റൊമാൻറ്റിക്കും ഷൈനിങ്ങിനൊന്നും നിൽക്കല്ലേ. അതിനിവിടെ അനന്തപരനായ ഞാൻ ജീവനോടുള്ളപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടണമെന്നില്ല.
സോഫി, വിളക്കിന് ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റയുടെ ജന്മമാണ് അവൻ്റേത്. അത് കരിഞ്ഞു തീരാൻ ഇനി അധികം സമയം വേണ്ടിവരില്ല. സോഫി എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം, എന്നോടൊപ്പം മാത്രം. ഈ മഞ്ഞ നിറം നിന്നെ വീണ്ടും സുന്ദരിയാക്കുന്നു. ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പഴയകാല സുരേഷ് ഗോപി ഒക്കെയാണ്. അനന്ത പറയുന്ന അതായിരുന്നു അനന്തരവൻ. ആ പക്ഷെ ഈ സേതുമാധവൻ പറഞ്ഞത് പക്ഷേ- അനന്ത പറയുന്ന തിരിച്ചടന്ന് വന്നേ. സുരേഷ് ഗോപി എത്രയോ നാളായിട്ട് ചെയ്യണമാണല്ലോ. സുരേഷ് ഗോപിയുടെ ഒരുപാട് മാനറിസംസ് കോടീശ്വരനെ പറ്റിയിട്ട് ഒരുപാട് അരി മേടിച്ചിട്ടുണ്ട്. അരി മേടിച്ചിട്ടുണ്ട് വെച്ചിട്ട്. എന്നിട്ട് ആ മറ്റേ ഡാൻസ് സ്റ്റെപ്പ് പോലും തുടക്കമിട്ട സംഭവം ചെയ്യാത്തൊന്നുമില്ല. അദ്ദേഹത്തിന്റെ എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരുപാട് ഡയലോഗുകൾ അനുകരിച്ചു. ഞാൻ ചാൾസ് ഡാർവിന്റെ സലിയപ്പന് വേണ്ടിയിട്ടാണ്. ചാൾസ് ഡാർവിന്റെ സിദ്ധാന്ത പ്രകാരം ഉള്ള ഒരു സുരേഷ് ഗോപി. അതായത് കുരങ്ങിൽ നിന്നും ചിമ്പാൻസി, ചിമ്പാൻസിൽ നിന്നും ആദ്യ മനുഷ്യൻ, ആദ്യ മനുഷ്യനിൽ നിന്നും ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവുന്നു. അതെങ്ങനെയാണെന്നാണ് അവതരിപ്പിക്കാമോ? ഒത്ത പുരുഷനെ ഉണ്ടാക്കാൻ പോവാണ്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ കുരങ്ങ് 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 ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഓ, ചിമ്പാൻസിയിലോട്ടുള്ള മാറ്റം അതിൽ നിന്ന് ഏപ്പിലോട്ട് വരുന്നു. മനുഷ്യനിലേക്ക്, ആദ്യ മനുഷ്യനിലേക്ക് വരാൻ പോവാണ്. ആദ്യ മനുഷ്യനിൽ നിന്ന് നേരെ ഒത്ത പുരുഷനായ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയിലേക്ക്. എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്കൊന്നും പറയാനില്ല. സലിയപ്പന് വേണ്ടി ചെയ്താന്നാ പറഞ്ഞേ. ഡെഡിക്കേഷൻ ആണ്. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആ പിന്നെ ഗുരുദക്ഷിണ അല്ലേ? അല്ലെങ്കിൽ ഇവൻ പഴയ സംഭവം തന്നെ ചെയ്തോണ്ടിരിക്കുന്നു പറയും. അതാണ് സലിമേട്ടൻ ഒന്നും പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയോ? പഠിപ്പിച്ച് വിട്ട ആളല്ലേ, എന്ത് പറയാൻ. ഓക്കെ, ആയിട്ടുള്ളൂ എന്നുള്ള വിചാരത്തിലായിരിക്കും ഇരിക്കുന്നത്. സേതുമാധവൻ നന്നായിരുന്നു. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ അവതരിപ്പിച്ചു. ചേട്ടാ എപ്പോഴും എന്താന്ന് പറയട്ടെ, നമ്മളൊക്കെ കാർട്ടൂണുകളാണ്. അപ്പോൾ റിയൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ചില ആൾക്കാരിലേക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. ഒന്നാമത് സുരേഷ് ഗോപിനെ തന്നെ അനുകരിച്ച് ഒരുപാട് കോട്ടയം നസീർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിൽ പലരുടെയും ആ ഇതായിരിക്കും. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അതാണ്. ഇത് ഭയങ്കര ലൈവ് സൗണ്ട് പോലെയാണ് അല്ലേ ഫീൽ ചെയ്യുന്നത്? അധികം ആളുകൾ ഫാസ്റ്റ് ആയിട്ടുള്ള സാധനം ചെയ്യുക. അപ്പൊ അതൊന്ന് സൈലന്റ് മാത്രം ഞാൻ നോക്കി വെച്ചിട്ട് എന്റെ ഓരോ ഭാവനയിൽ. അല്ല, അത് നല്ലതാണ്. നമ്മളൊരു പുതിയൊരു സംഭവത്തിലേക്ക്, അതായത് അങ്ങനെ ചെയ്യുന്നവരാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തീർച്ചയായും വ്യത്യാസമുള്ളതാണല്ലോ. അപ്പൊ താങ്ക്സ് ലോട്ട് സേതുമാധവൻ. ചേട്ടാ പ്ലീസ്. ഓക്കെ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com ൽ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ആൾ ആരാണെന്ന് ഒന്ന് വീഡിയോ പ്രൊഫൈൽ കാണും. കേരളത്തിന്റെ രാഷ്ട്രീയ പടക്കളമായ കണ്ണൂർ ജില്ലയിൽ നിന്നും ഹാസ്യവേദിയിലെത്തിയ കലാകാരൻ ദീപേഷ് കണ്ണൂർ. ബേക്കറിയിൽ ഷെഫായി ജോലി ചെയ്ത് കുടുംബത്തിന് തണലാകുന്ന ദീപേഷ് 13-ാം വയസ്സ് മുതൽ മിമിക്രി രംഗത്ത് സജീവ സാന്നിധ്യമാണ്. മധുര പലഹാരങ്ങൾ പോലെ മധുരമായ ശബ്ദാനുകരണങ്ങളുമായി കലാരംഗത്ത് ജൈത്രയാത്ര നടത്തുന്ന ദീപേഷിന് പ്രോത്സാഹനങ്ങളുമായി കൂടെയുള്ളത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും. ചിരിയുടെ കുടമാറ്റങ്ങൾ തെളിയുന്ന ഈ ഉത്സവ വേദിയിലേക്ക് ദീപേഷിനെ സ്വാഗതം ചെയ്യുന്നു. ദീപേഷ് കണ്ണൂർ. കണ്ണൂർ എവിടെയാണ് ദീപേഷിന്റെ വീട്? കണ്ണൂർ നെടുമ്പോയിൽ എന്ന് പറയുന്ന നെടുമ്പോയിൽ. രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? ഇല്ല, എനിക്ക് രാഷ്ട്രീയമില്ല. അവിടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ശക്തമായിട്ട് തന്നെയുള്ള ഒരു പക്ഷേ പ്രവർത്തനം. മൊത്തത്തിൽ രാഷ്ട്രീയ നേതാക്കളെയാണല്ലോ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഫിലിം ആക്ടർ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഫിലിം ആക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം ആക്കിയതാണ്. അതാണ് കറക്റ്റ്. ആ ഭാഷയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ചേട്ടാ സലിമേട്ടാ നോക്കല്ലേ? ആദ്യം ആരെയാ കാണിക്കാൻ പോണേ? ഉമ്മൻചാണ്ടി സാറ് ശബ്ദമാണ്. അത് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്ലൈമാക്സ് രംഗമുണ്ട്, ഒരു സെന്റിമെന്റ്സ് ഡയലോഗ്. അത് ഉമ്മൻചാണ്ടി സാറാണ് ആ ക്ലൈമാക്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചെയ്യുകയാണ്. മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്കെൻ്റെ പഴയ പുതുപ്പള്ളിയിൽ സ്കൂൾ ജീവിതമാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ആഹാരമുണ്ട്, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്, പല നിറത്തിലുള്ള ഉടുപ്പുകളുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു കുഞ്ഞുഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും.
അന്നവൻ വെറും കുഞ്ഞുഞ്ഞായിരുന്നു. ദൃഢനായ ചാണ്ടിയുടെ മകൻ. ഏതൊരാളുടെ ജീവിതത്തിലും മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനമായിക്കൊണ്ട് ആരെങ്കിലും ഒരാളുണ്ടാവും. വെള്ള ജുബ്ബയിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത കുഞ്ഞുഞ്ഞനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത എൻ്റെ മാണി, എൻ്റെ പ്രിയപ്പെട്ട KM മാണി എന്നെ ലോകം കാണിച്ചത് അവനായിരുന്നു. എന്നിലൊരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടെന്ന് പറഞ്ഞത് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു. അവനെനിക്ക് ചക്കരമിട്ടായി വാങ്ങിത്തരുമായിരുന്നു. അവസാനം രാഷ്ട്രീയം പഠിക്കാൻ ഡൽഹിക്ക് പോകുമ്പോ അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത റബ്ബർ ഷീറ്റ് വിറ്റ ആകാശമായി എൻ്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോട് ഞാൻ അവനോട് ചോദിച്ചു, ഈ കടകളൊക്കെ എങ്ങനെയാണ് മാറി വീട്ടുകായെന്ന്. അപ്പോ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരു പ്രളയത്തിലകപ്പെട്ട് നാടുവിട്ട മാണിയെ ഞാൻ എന്നും തേടിക്കൊണ്ടേയിരുന്നു. ഏതൊരാൾക്കൂട്ടം കാണുമ്പോഴും ആ കുഞ്ഞുഞ്ഞ എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരുന്നു. നിറകണ്ണുകളോടെ അല്ലാതെ എന്റെ മാണിയെ എനിക്ക് ഓർക്കാൻ കഴിയുകയില്ല. ഇത് കറക്റ്റ് ആണോ? ക്രിയേറ്റീവ് ആയിട്ടാ ഡയലോഗ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? യഥാർത്ഥ ഡയലോഗ് രാഷ്ട്രീയം പാരഡിയിൽ മിക്സ് ചെയ്ത് പ്രസന്റ് അല്ലേ? നന്നായിരുന്നു. സലീമേട്ടാ പിന്നെ കണ്ണൂർക്കാരനല്ലേ മോശം കൊണ്ടിരിക്കോ? അടുത്തത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് ദി കിങ് എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ശക്തമായ ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് അദ്ദേഹം പിണറായി സാറിന്റെ സംഭാഷണ രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? IAS അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അത് അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണോ? അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ പുസ്തകത്താളിൽ നീ പഠിച്ച ഇന്ത്യയല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നികഷ്ടരുടെയും ഇന്ത്യ. മറ്റൊന്ന് തോട്ടികളുടെയും വേശികളുടെയും ഇന്ത്യ. IASകാർ വർഷാവർഷം മറവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോവുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണോ, സെൻസിറ്റിവിറ്റി ഉണ്ടാവണോ, മറ്റൊന്ന് സെൻസിബിലിറ്റി ഉണ്ടാവണോ? അടുത്തത് ശ്രീ O രാജഗോപാൽ, BJPയുടെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ. എല്ലാ പാർട്ടികളും എല്ലാം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സംസാര വിഷയമായിരുന്നു നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാമകൃഷ്ണൻ എന്ന എൻ്റെ ആ പഴയ സുഹൃത്തിനെയാണ് ഞാൻ വോട്ട് ചെയ്തത്. ആ തീരുമാനം നല്ല ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് വോട്ട് ചെയ്തതും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സിനിമ ഡയലോഗ് എടുക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ഡയലോഗ് അദ്ദേഹത്തിനോട് തന്നായിരിക്കും. ഓർമ്മയുണ്ടോ മുഖം അല്ലേ? അതൊന്ന് പറഞ്ഞു നോക്കിയേ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല അല്ലേ? ഒരുപാട് മുഖങ്ങളിലേക്ക് ഇറങ്ങിയതല്ലേ, ചിലപ്പോൾ മറന്നു കാണും. അടുത്തത് മുൻ വൈദ്യുതി വകുപ്പ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ ആര്യാട് മുഹമ്മദ് സാർ. അദ്ദേഹം ഒരു വാർത്താ സംവാദത്തിൽ പങ്കെടുക്കുകയാണ്. വാർത്താ സംവാദം നടത്തുന്നത് റിപ്പോർട്ടർ ചാനലിൽ 24 മണിക്കൂറും വാർത്ത വായിക്കുന്ന KP മോഹനൻ ചേട്ടനാണ്. KP മോഹനൻ ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സംവാദം. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ മിസ്റ്റർ രാജാരൻ മുഹമ്മദ്, താങ്കൾ പറയുകയുണ്ടായി മലയാളം ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ, മലയാളം ഭാഷയാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഒന്നരപ്പുറത്തിൽ കവിയാതെ ഒന്ന് ഉപന്യസിക്കാമോ? സത്യമായിട്ടു മലയാളം ഭാഷ തന്നെയാണ് നല്ല ഭാഷ, അതിനൊരു സംശയവും ഇല്ല. ഉദാഹരണത്തിന് വേണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ എടുത്താൽ മനസ്സിലാകൂ. ഇംഗ്ലീഷിൽ ഞങ്ങൾ പൂച്ചാൻ എഴുതുമ്പോൾ ആദ്യം CAT എഴുതണോ, അതിന് പൂച്ചാന്ന് അർത്ഥവും കൊടുക്കണോ, പൂച്ചാന്ന് വായിക്കുകയും വേണോ,
മലയാളാകുമ്പോൾ ഇതൊന്നും വേണ്ട. പൂച്ചക്ക് പൂച്ചാന്ന് തന്നെ എഴുതിയാൽ മതി, പൂച്ചാന്ന് തന്നെ വായിച്ചാലും മതി, പൂച്ചാന്ന് തന്നെ അർത്ഥം കൊടുത്താലും മതി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിക്കണ്ട, മലയാളം മാത്രം പഠിച്ചാൽ മതി. ഗംഭീര കേട്ടോ, ഗംഭീര. Thank you, thank you. പ്ലീസ് കണ്ണൂരിൽ നിന്നുള്ള ഈ കലാകാരൻ എല്ലാവരും ചേർന്നൊരു വലിയ കൈയടി. താങ്ക് യു, താങ്ക്സ് a lot. Go on. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com-ന്റെ ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഉത്സവം കൊടിയിറങ്ങുന്നത്. ഒരുപാട് മികച്ച താരങ്ങളെ, മികച്ച കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ കാര്യക്കാരനെയും നമ്മുടെ മുഖ്യാതിഥിയെയും സ്വാഗതം ചെയ്യാണ്. ടിനി ടോം ആൻഡ് സലീം കുമാർ, everybody. സലീമേട്ട, അപ്പോ സിനിമയില് കുറച്ചു നാള് സലീമേട്ടൻ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തു, തിരിച്ചുതാ വീണ്ടും സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെ സിനിമ ഇപ്പൊ ചെയ്യുന്നത്? ഹരികുമാർ എന്ന് പറഞ്ഞ സംവിധായകന്റെ ക്ലിന്റ്, ദിലീപ്, രാംലീല, രാംലീല, സച്ചിയേട്ടൻ എഴുതുന്ന സിനിമ. അതെ അതെ. പിന്നെ ഹരിശ്രീ യൂസഫ്, ഹരിശ്രീ ബാബുരാജ്, ഒരു ദുബായ്ക്കാരൻ. അപ്പൊ ആ ഗ്യാപ്പിന് ശേഷം ഒന്ന് ഫുള്ളിയാവുള്ള പരിപാടിയല്ലേ? അതെ, അത് സലീമേട്ടന് തന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ കുറച്ചുനാൾ എഞ്ചിൻ പണിയായിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ആ എഞ്ചിൻ പണി കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, സ്പീഡിൽ ഓടണം ഉറപ്പായിട്ടും. സലീമേട്ടനെ പോലുള്ള ആർട്ടിസ്റ്റ് മലയാളത്തിലുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷവും വളരെയധികം പ്രൗഢിയാണ്. നിങ്ങളുള്ള എനിക്ക് നല്ലതാണ്. ചുമ്മാ വിടൂല. തിരിച്ചേട്ടാ, സലീമേട്ടൻ എന്താ വിളിക്കണേ? സലിയപ്പൻ. അതെന്താന്ന് പറഞ്ഞാൽ പണ്ട് മുതല് ഈ പറൂര് ഇതുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിരിക്കുന്നവര് അമ്മ വിളിക്കുന്ന പേരായിരുന്നു തോന്നുന്നത്. ആ പറൂരുകാർ വിളിച്ച് കേട്ടിട്ട് സലിയപ്പ സലിയപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. സലിയപ്പ. അത് എന്റെ അമ്മ പിന്നീട് വിളിക്കാറില്ലായിരുന്നു. അത് ഇവരെല്ലാം വിളിച്ച് മോശമാക്കിയ മോശമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ് സലിയപ്പ. എന്റെ അമ്മ വിളിച്ചിരുന്ന പേരാണ്, അമ്മ മാത്രം. അപ്പൊ അമ്മ വിളിക്കുന്ന കേട്ടിട്ട് എന്റെ അടുത്തുള്ള കൂട്ടുകാർ വിളിക്കും, അവര് വിളിച്ച് കേട്ടിട്ടാണ് ഇവരെ അങ്ങനെ കൂട്ടുകാർ വിളിച്ചിട്ട് സലിയപ്പ സലിയപ്പ എന്ന് പറയും. നമ്മളെ ഈ പറൂരൊക്കെ സലിയപ്പൻ എവിടെ ഉണ്ട്, ആ സലിയപ്പൻ ഇവിടെ ഉണ്ട്, നമ്മളെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ കേട്ടിട്ട് അങ്ങനെ ആയതാണ്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ എല്ലാരും. സലിയപ്പോ മീൻകാർ വിളിക്കാനുള്ള തിലോപ്യ എന്നൊക്കെ പറഞ്ഞോളായിപ്പോയി. അപ്പോ സലിയപ്പന്റെയും തിരിച്ചേട്ടന്റെയും കൂടെ ഇന്നത്തെ കോമഡി ഉത്സവം കൊടിയിറങ്ങുകയാണ്. അപ്പോ അടുത്ത ആഴ്ച കാണും വരെ എവരിബഡി ടേക്ക് കെയർ, ബൈ ബൈ.